ശരി, ഞാനൊന്ന് പറയാം. എം പ്രകാശൻ, കോൺഗ്രസ് നോക്കൂ, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും മലപ്പുറം എന്ന ഫാക്ടറിലേക്ക് ഈ ദിവസങ്ങളിൽ നിലമ്പൂരിനെ കേന്ദ്രീകരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ സമീപ ദിവസങ്ങളിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്വീകരിച്ച സമീപനം, മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ കൊടുത്ത അഭിമുഖം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെയും നേരെ ചൊവ്വേ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിഷയമാണ്. അപ്പോൾ എം സ്വരാജിൻ്റെ പ്രഭ കൊണ്ട് മറികടക്കാൻ കഴിയാത്ത കുരുക്ക് ഈ മലപ്പുറം വിവാദത്തിൽ നിങ്ങൾക്ക് അവിടെ ഇല്ലേ? സത്യത്തിൽ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമീപ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒന്ന്, LDF വിരുദ്ധരായ ശക്തികൾ അവർ തമ്മിലുള്ള ഭിന്നിപ്പിനെ എങ്ങനെയാണ് മറക്കാൻ കഴിയുക? അൻവർ ഒരു വിഷയമേ അല്ല, UDFനെ അത് ബാധിക്കുന്നതേയില്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇവിടെ എല്ലാ ചർച്ചകളിലും ഇപ്പോൾ UDFും കോൺഗ്രസും സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ? പ്രധാന മത്സരം ഇവിടെ UDFും LDFും തമ്മിലാണ് എന്ന് സ്ഥാപിക്കാൻ അവർ ഇവിടുന്ന് പാടുകൾ കാണുകയാണല്ലോ. ഈ രണ്ട് വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ച പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ വേണ്ടി കഴിയുക? യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് UDF പ്രതീക്ഷിച്ച ചിത്രത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ ഒരു ചിത്രം വന്നിരിക്കുന്നുവെന്നാണ്. അൻവറിൻ്റെ കൂടി പിന്തുണയോടുകൂടി LDFനെതിരായിട്ട് ആഞ്ഞടിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനെ ഈ ദിവസം വരെയും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ദിവസം വരെ UDF കണ്ടത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഏറ്റവും ഏറെ ചീത്ത ഇപ്പോൾ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെയാണ്, ഞങ്ങളുടെ നേതാക്കന്മാരെയാണ്, ഞങ്ങൾക്കെതിരായ വാദങ്ങളാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നു മത്സരം തന്നെ LDFും ഞാനും തമ്മിലാണ്. അതങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ചർച്ചാ ടേബിളിൽ എന്തൊരു പാടാണ് കോൺഗ്രസിൻ്റെ ആളുകൾ പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെ യഥാർത്ഥത്തിൽ അവർ ചെന്നുപെട്ടിട്ടുള്ള അതിഗുരുതരമായ അവസ്ഥയെ നല്ലതുപോലെ വ്യക്തമാക്കുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ രണ്ട് പ്രധാന നേതാക്കന്മാർ UDFന് വേണ്ടി ഇവിടെ വന്നല്ലോ. KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവും. അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഉണ്ടാക്കിയിരിക്കുന്ന ചർച്ച? ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും പെൻഷന്റെ കാര്യത്തിൽ എന്താണ് വ്യത്യസ്തത? ഇത് നല്ലതുപോലെ വെളിവാക്കാനാണല്ലോ പെൻഷൻ കൊടുക്കുന്ന കൈക്കൂലിയാണ് എന്നുള്ള വേണുഗോപാലിന്റെ പ്രസ്താവന ഉതകിയിരിക്കുന്നത്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആകെ 5 കൊല്ലക്കാലം കൊണ്ട് 9,311 കോടി ഉറുപ്പിക മാത്രം പെൻഷൻ കൊടുത്തപ്പോൾ ഇവിടെ LDFന്റെ ഗവൺമെന്റ് 72,000 കോടി ഉറുപ്പിക പെൻഷൻ കൊടുത്തു എന്നുള്ളവർ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വേണുഗോപാലിന്റെ പ്രസ്താവന കൊണ്ടല്ലേ. ഇവിടെ ഈ കേരളത്തിൽ 600 രൂപ മാത്രം പെൻഷൻ കൊടുത്ത് 18 മാസക്കാലം കുടിശ്ശികയാക്കിയ UDFന്റെ ആ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്നതിന് മേലെയാ വേണുഗോപാലിന്റെ ഈ പറയുന്ന കൈക്കൂലി പ്രയോഗമായിട്ട് ബന്ധപ്പെട്ടല്ലേ. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഉന്നയിക്കാൻ നേരത്തെ ഉന്നയിച്ച് മുനി ഒടിഞ്ഞു പോയ കാര്യമല്ലാതെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഞങ്ങള് മുസ്ലിം തീവ്രവാദികൾക്കെതിരെ കർശന സമീപനം എടുക്കുന്നു. ഏത് മുസ്ലിം തീവ്രവാദിക്കെതിരെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയാത്തതാണ്. മലപ്പുറത്തെ കള്ളക്കടത്ത് വഴി കിട്ടുന്ന പണമെല്ലാം തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയാത്തതാണ്. ഏത് കള്ളപ്പണം, ഏത് തീവ്രവാദം, ആരെ പിടിച്ചു, വല്ല കേസും ഉണ്ടോ, UAPA ഉണ്ടോ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയാത്തതാണ്. എന്ന് മാത്രമല്ല, മലപ്പുറത്തെ എയർപോർട്ടിന്റെ കണക്ക് മാത്രം പുറത്തുവിടുന്നു കള്ളക്കടത്തിന്റെ, സംസ്ഥാനത്തെ മറ്റ് എയർപോർട്ടിന്റെ കണക്കൊന്നും പുറത്തുവിടുന്നില്ല. ഇതൊന്നും CPMന് തന്നെയും ആൻസർ ചെയ്യാൻ കഴിയാത്ത, പൂരം കലക്കിയത് ആരാണ്, എന്തിനാണ്, അതിലെ അന്വേഷണം എന്തായി, ഇപ്പോഴും CPMന് ആൻസർ ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. CPMന് ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ല. CPM അതിലേതെങ്കിലും ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മീഡിയ വൺ ഈ വിഷയത്തിന്റെ മേലെ നടത്തിയിട്ടുള്ള ഒരു 4-5 ചർച്ചകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പൊളിഞ്ഞു പാപ്പറായ കാര്യമല്ലേ ഇത്? ഇവിടെ ഹിന്ദുവിൽ വന്നിരിക്കുന്ന വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പത്രം തന്നെ ഖേദം പ്രകടിപ്പിച്ച കാര്യം ആർക്കും അറിയാതിരിക്കുന്നത്? വർഗീയ സ്വഭാവമുള്ള ഒരു കമന്റ് എങ്ങനെ വന്നു എന്ന് വിശദീകരിക്കാൻ നിങ്ങളുടെ പാർട്ടിക്ക് പറ്റിയിട്ടില്ലല്ലോ. പറ്റിയിട്ടില്ല. അവിടെ നിങ്ങൾ ഒഴിഞ്ഞു മാറും. അവിടെ പോയിന്റ് കിടക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാ പറ്റിയിട്ടില്ല എന്ന് മീഡിയ ആണല്ലോ പറയേണ്ടത്. എന്നാ പറയൂ, എങ്ങനെയാണ് സംഭവിച്ചത്? കൊണ്ട് ആ പത്രം തന്നെ ഖേദം പ്രകടിപ്പിച്ചത്. ആ പത്രം എന്താണ് പറഞ്ഞത്? ആ പത്രം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണോ? മുഖ്യമന്ത്രിയുടെ കൂടെ അഭിമുഖീകരിക്കുന്ന ഒരു PR ഏജൻസിയാണ് ഞങ്ങൾക്കത് എഴുതി തന്നതല്ലേ പറഞ്ഞത്. ആ PR ഏജൻസി എങ്ങനെ കടന്നു വന്നു മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് പറ്റിയിട്ടില്ല. മീഡിയ വണ്ണിന്റെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാതെയല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഇവിടെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റാവുന്ന വാദമുഖങ്ങൾക്ക് കരുത്തേകാൻ എല്ലാ സന്ദർഭത്തിലും മീഡിയ വൺ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ ആ വിഷയം സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നിട്ടുണ്ട്.
CPM നിലപാട് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി ഇല്ല. നിലപാട് പറഞ്ഞിട്ടുണ്ട്, വിശദമായ ചർച്ച ഹിന്ദു നടന്നിട്ടുണ്ട്. പത്രം നിങ്ങളൊരു ഉത്തരവും പറയാതെ കേന്ദ്ര ഒളിച്ചോടിയിട്ടുണ്ട്. അതിലപ്പുറമൊക്കെ എന്താ വേണ്ടത്? പിന്നെ വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട്. ഉത്തരം പറയാൻ കഴിയാതെ കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഒളിച്ചോടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ദേശീയ പത്രത്തിൽ കൊടുക്കുന്ന അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ എഴുതി കയറ്റിയത് ആരാണ്? ഒരു PR ഏജൻസിക്കാർ കൊണ്ടുവന്ന് തന്നതാണ്. മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന PR ഏജൻസിക്കാർ തന്നതാണ്. ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് ആ പത്രത്തിന്റെ കുറിപ്പിലുള്ളത്. ഏതാണ് ആ PR ഏജൻസി? ആരാണ് അവിടെ നുഴഞ്ഞു കയറിയത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അന്വേഷണമില്ല, അറിയേണ്ടതുമില്ല. ഉത്തരവില്ല പ്രകാശ്, ഉത്തരവില്ല. ഞാൻ പറയട്ടെ, അല്ല മീഡിയ വണ്ണിന് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നത് ചർച്ചകൾ എന്നെ വിളിച്ചല്ലേ? നിങ്ങളാണ് ചർച്ചക്ക് ചെയ്യുന്നത്. മീഡിയ വണ്ണിന് ഇക്കാര്യത്തിൽ പ്രസംഗം വേണമെങ്കിൽ വേറെ നടത്തിക്കോ, നിങ്ങളുടെ താല്പര്യം. പക്ഷെ മീഡിയ വണ്ണിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാനും അതിൽ നിങ്ങൾ നിലപാട് സ്വീകരിക്കാനും അല്ല ഈ ചർച്ച. ഇവിടെ UDF-ന്റെയും LDF-ന്റെയും ആളുകൾ തമ്മിലുള്ള ചർച്ചക്ക. നിങ്ങൾ ഇതിനെ കാര്യങ്ങൾ അത്ര ഇടപെടുന്ന കാര്യം. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മീഡിയ വണ്ണ് ഞങ്ങളെ പഠിപ്പിക്കൊന്നും വേണ്ട. മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ വേണ്ടി കഴിയും, EMS-ന്റെ ഗവൺമെന്റാ മലപ്പുറം ജില്ല ഉണ്ടാക്കിയത്. മലപ്പുറം ജില്ലയോട് ഒരു വിവേചനം കാണിക്കാൻ ഞങ്ങളില്ലെന്ന് മലപ്പുറം ജില്ലക്കാർക്ക് അറിയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും മലപ്പുറം ജില്ലക്കെതിരാണ് CPM സ്ഥാപിക്കാൻ. അത് ഈ ചർച്ചകൾ നിങ്ങൾ ഉന്നയിക്കണ്ട. ആ പറയേണ്ട ആള് മീഡിയ വേണമല്ല, കോൺഗ്രസ്സുകാർ പറയട്ടെ, UDF ആൾ പറയട്ടെ. ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. മലപ്പുറം ജില്ലയ്ക്കെതിരെ വിദ്വേഷ സ്വഭാവമുള്ള സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ കടന്നുകൂടിയത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ ഞാനല്ല ഈ സംവാദത്തിന്റെ ഞാൻ പറയാം. നിങ്ങൾക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നം. അല്ല, നിങ്ങളല്ല എന്റെ എതിരാളി. നിങ്ങൾ മനസ്സിലാക്കരുത്, LDF-ന് എതിരാളി നിങ്ങളല്ല. ഞാൻ ഒരു കാര്യം മീഡിയ മലപ്പുറത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ വിഭജനം കോൺഗ്രസിന്റെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഞാൻ നിങ്ങൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോകും. മീഡിയ പ്രതിപക്ഷത്തിനോട് പറയാൻ ഇവിടെ ആളുണ്ടെന്ന്. ശരി, മീഡിയ വേണോ പ്രതിപക്ഷത്തിനോട് പറയണ്ടേ? നിങ്ങളാണോ പിന്നെ UDF? നിങ്ങളിതിരി വൃത്തികാട് കാണിക്കുന്നേ. നിങ്ങളിവിടെ LDF-നെ വിളിച്ചിട്ടുണ്ട്, UDF-നെ വിളിച്ചിട്ടുണ്ട്. അവർ പറയട്ടെ, അവർക്ക് വേണ്ടുന്ന കാര്യം പറയാൻ വേണ്ടി നിങ്ങൾ പറയേണ്ട കാര്യം എന്താ? അങ്ങനെയാണെങ്കിൽ പ്രസംഗം നടത്തിയാൽ മതിയല്ലോ. ഞങ്ങൾ മീഡിയ അവൻ പ്രസംഗിക്കുന്നു, പ്രസ്താവിക്കുന്നു, അത് പറഞ്ഞാൽ മതി. വൃത്തികാടുകൾ കാണിക്കരുത്. നിങ്ങൾ ഒരു മാധ്യമമാണ്, നിങ്ങൾ മീഡിയേറ്ററാണ്. അല്ല, നിങ്ങൾ എൻ്റെ എതിരാളിയൊന്നുമല്ല. എന്നോട് ചോദ്യം ചോദിച്ച് മറുപടി അടിക്കാൻ നിങ്ങളാരാ? മീഡിയ വേണ്ടും, അതുപോലെ LDF ആയിട്ടാണ് ചർച്ച. വൃത്തികാടൊരു അതിര് വേണം കേട്ടോ. അവർ പറയട്ടെ, UDF-നോട് വാദിക്കുന്ന ആളുണ്ടല്ലോ, അവർ പറയട്ടെ. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ചർച്ച ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ വിഷയം സംബന്ധിച്ച് നേരത്തെ വിശദമായി ചർച്ച ചെയ്താ. നിങ്ങൾക്ക് അക്കാര്യത്തിലുള്ള നിലപാട് എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ചർച്ചയെല്ലാം നമുക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ട കാര്യം UDF-കാരൻ ഉന്നയിക്കുമ്പോൾ അവരെ താങ്ങാൻ നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല.